സ്നാനപ്പെടണം. ആരാണ് തന്നെ കളിപ്പിച്ചതാ തങ്കമ്മയെ കുടഞ്ഞാൽ മതിയെന്നും അങ്ങനെയൊന്നും പുസ്തകത്തിൽ വാക്യമില്ല ചോദിച്ചാ. ആരാണ്ടെല്ലാം കളിപ്പിച്ച് വെച്ചിരിക്കുക, കുടഞ്ഞാൽ മതി, തളിച്ചാൽ മതി, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ മതിയെന്ന്. അതിനൊന്നും പുസ്തകത്തിൽ വാക്യമില്ല. അതിന് ഏറ്റവും തെളിവ് യേശു മാതൃക കാണിച്ചെന്നുള്ളതാണ്. അതിൽ കൂടുതൽ വേറെ മാതൃകയില്ലല്ലോ. യേശു ക്രിസ്തു സ്നാനപ്പെടാൻ വന്നപ്പോൾ മിശിഹാ തമ്പുരാനെ എടുത്തോണ്ടല്ല വന്നത്. സ്നാനപ്പെടുത്താം കരയരുത്, അങ്ങനെയാണോ വന്നേ? മനസ്സിലാകുന്നില്ലല്ലേ? യേശുവിനെ എടുത്ത് കൈ വെച്ചോണ്ടല്ല വന്നത്. യേശു നടന്നു വരുമായിരുന്നു. അവിടെ നിന്ന് ഗലീല എന്നിങ്ങനെ നടക്കുക, നടന്ന് തൃപ്പാനം കൊണ്ട് നടന്ന് യോർദാന്റെ തീരത്തിഞ്ഞ് വന്നു. അപ്പൊ ഇത് തലയ്ക്കൽ സ്നാനമല്ല ക്രിസ്തു നടത്തിയത്, മുടുകൽ സ്നാനമാണ്. പ്രായമുള്ളവരെ മുക്കാനും പിള്ളാരെ മുക്കാനും പുസ്തകത്തിൽ പ്രമാണമില്ല. പുസ്തകത്തിലെ പ്രമാണം വിശ്വസിക്കുന്നവരെ മുക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ നീ അത്തുപോകാതിരിക്കാൻ. പണ്ടടുത്തന്നെ ഞങ്ങൾ തിരുമൂലപുരം നമ്മുടെ കറ്റോട്ട് പാടത്തിന് അവിടെ മുക്കി അവനുണ്ടായിട്ട് നേരെ അക്കരയ്ക്ക് അങ്ങ് പോയി. ഒരക്ഷരം പോലും മിണ്ടിയില്ല. അന്ന് അക്കരെ കയറിയപ്പോഴെങ്കിലും പോവാന്ന് പറയാണ്ടേ. പിന്നീട് അറിഞ്ഞ് നമ്മുടെ കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ്റെ വീട്ടിൽ തെങ്ങേലി എനിക്കന്ന് ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് തോന്നുന്നു. കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ നമ്മുടെ മടിക്കരി സഭയിലുണ്ടായിരുന്നതാണ്. നമ്മുടെ തോമസൂട്ടിയുടെ അമ്മായിയപ്പൻ. ഏത് തോമസൂട്ടിയാണെന്ന് ഇപ്പം പറയില്ല. അത് തന്നെ. അപ്പോൾ പിന്നീട് അറിഞ്ഞ പുള്ളി ഉണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. പിന്നെ തിരുമൂലവരം ചോർച്ചുട്ടി ഞാൻ പറഞ്ഞ് ചേച്ചി കയറിപ്പോൾ വരികയല്ലെന്ന് പറഞ്ഞ്. പിന്നെ അടഞ്ഞത് പുള്ളി ഇച്ചിരി ഇളക്കമുള്ളതാണ്. ചെവിക്കകത്ത് വെള്ളം കയറിയപ്പോൾ ഇളകി നേരെ ഉണ്ടായിട്ട് അങ്ങ് പോയതാണ്. അപ്പം സ്നാനമോ ജഡത്തിൻ്റെ അരിക്ക് കളയാനല്ല, യേശു ക്രിസ്തുവിനോട് ചേരാനാ, യേശു ക്രിസ്തുവിനെ ധരിക്കാനാ. ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതിനായി മുക്കുന്ന പറഞ്ഞാൽ എന്നെ അടക്കുക. പൊങ്ങി വരുന്നത് പുതിയ സൃഷ്ടിയാണ്. ഉയർപ്പിൻ കഞ്ചുകത്തെ എന്നാണ് സൈമൻ സാറ് കൊടുത്തിരിക്കുന്നത്. ഉയർപ്പിൻ കഞ്ചുകം ധരിക്കും അന്ത്യനാളിൽ. ഈ സാക്ഷ്യം പറയുന്നത് 3 പേരാ. അതിലൊന്ന് വെള്ളമാണ്, ഒന്ന് രക്തം, ഒന്ന് ആത്മാവ്. രക്തം സാക്ഷ്യം പറയും, ഇത് രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. കാരണം അന്ന് ഞാൻ രക്തം കൊണ്ട് കഴുകി കൊടുത്ത